നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ അക്ഷരം പ്രതി കേട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളിലെ ലഹരി ഉപയോഗവും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച മാർഗം ഈ അധ്യയന വർഷം മുതൽ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കാൻ പോവുകയാണ്. എന്തായാലും സംഗതി സൂപ്പറാണെന്നാണ് കുട്ടികളുടെയൊക്കെ അഭിപ്രായം. തിരുവനന്തപുരത്ത് നിന്നും അഞ്ചു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു. രാവിലെ സ്കൂൾ തുടങ്ങി, വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു. ഈ ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു. എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതി. അപ്പോൾ ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക് വല്ലാത്ത തരത്തിലുള്ള. ഈ സ്ട്രെസ് ആകെ നീക്കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിൻ്റെ ജുംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനോ അത് നല്ല എക്സസൈസ് ആണല്ലോ. ലഹരിക്കെതിരെയുള്ള പുതിയ ചുവടുവെപ്പായതിനാൽ ആയിക്കോട്ടെ എന്ന് വിദ്യാഭ്യാസ വകുപ്പ്, എന്നാൽ പോന്നോട്ടെ എന്ന് പിള്ളേരും. തിരുവനന്തപുരത്തെ 15 സ്കൂളുകളിൽ നിന്നായി 1500ഓളം വിദ്യാർത്ഥികളാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തെ സൂംബ ചുവടുകളോടെ കളറാക്കിയത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് ഇഷ്ടം. എനിക്ക് കൊച്ചുനാളോട്ട് ആഗ്രഹമായിരുന്നു ഡാൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് കൊണ്ടായപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടം. കാര്യങ്ങൾ വന്നാൽ അത്രയും നല്ലതാണ്. സ്കൂളുകളിൽ പറഞ്ഞത് നമുക്കൊരു ഇതാണത്. ഡ്രഗ്സിനെതിരെ ഇങ്ങനെ പ്രവർത്തിക്കാതെ നല്ലൊരു തീരുമാനമാണ്. ഈ താളത്തിനൊപ്പം 2 ചുവട് വെക്കാൻ പറ്റാതെ വീർപ്പടക്കി പിടിച്ചിരിക്കുന്ന മന്ത്രി സജി ചെറിയാനെ ഞാനേ കണ്ടുള്ളൂവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വെറൈറ്റിയാണ് ഇത്. ശരീരത്തിൻ്റെ എല്ലാ ജോയിൻറ്റും ഒക്കെ ഇളകിക്കൊണ്ടുള്ള ഒരു എക്സസൈസ് കൂടിയാണ്. നല്ല നിലയിലാണ്, കാണാനും നല്ല രസമുണ്ട്. പ്രാക്ടിക്കലായി ഇത് എല്ലായിടത്തും നടപ്പിലാവുന്നത് നല്ല തന്നെയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്നതിനപ്പുറം കുട്ടികളുടെ മാനസിക ശാരീരികാരോഗ്യം മെച്ചപ്പെടുത്താനും സ്കൂളുകളിൽ അധ്യാപക വിദ്യാർത്ഥി സൗഹൃദം സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിയും. PT പീരീഡ് കണക്കുമാഷ് കൊണ്ടുപോകുന്നത് പോലെ സൂംബ പീരീഡ് കൊണ്ടുപോകില്ലെന്ന് നമുക്ക് തൽക്കാലം കരുതാം. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ ഷമീമിനൊപ്പം അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം.